ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു അൽഫാം മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്കിന്ന്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. വാ. നമ്മുടെ അൽഫാം മന്തിക്കുള്ള ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഞാൻ തലേദിവസം രാത്രി തന്നെ വെച്ചിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് പോയി നോക്കിയാൽ അത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ചിക്കനെ എല്ലാം വറക്കാനിട്ടു. അത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് തീ നന്നായിട്ട് കുറയ്ക്കണം, ലോ ഫ്ലെയിമിൽ വറക്കാനിടണം. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിൽ 4 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളവും വെച്ച് ചെറിയ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിരുന്നു കേട്ടോ. മല്ലിയില, പുതിനയില, കറുവാപ്പട്ട, ഗ്രാമ്പു എല്ലാം ഞാൻ ഈ വെള്ളത്തിലിട്ടായിരുന്നു. ഡ്രൈഡ് നാരങ്ങയല്ല, അതിനെ നന്നായിട്ട് തിളപ്പിച്ച് അത് ഊറ്റിയെടുത്തു. പിന്നെ അരി ഞാൻ വെള്ളം വാലാനായിട്ട് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വറുത്ത ചിക്കനെ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് മുരിച്ചെടുക്കാനായിട്ട് എയർ ഫ്രയറിൻ്റെ അകത്ത് വെക്കും. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം മറിച്ചിടും. അങ്ങനെ അതിന് എല്ലാ ചിക്കനും അങ്ങനെ തന്നെ ഞാൻ വറുത്തിടും കേട്ടോ. എയർ ഫ്രയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനെ നമുക്ക് നന്നായിട്ട് സ്ലോയിൽ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ ആ സ്റ്റോക്ക് വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ അരിച്ചെടുത്തപ്പം ആ കിട്ടിയ കഷ്ണങ്ങളെല്ലാം ഞാൻ പിച്ചിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് എല്ലാം വിടിയിപ്പിച്ച് അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് സവോള ഇട്ട് ഒരു ക്യാരറ്റ് 2 സവോള മതിയേ, ക്യാരറ്റ്, ഒരു തക്കാളി, അര ക്യാപ്സിക്കം മതി. ക്യാപ്സിക്കം, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് എല്ലാം കൂടി ഇട്ട് മാഗി ക്യൂബ്സിൻ്റെ 3 ക്യൂബ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ 3 ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ആ ചിക്കനില്ലേ, ആ ചിക്കൻ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അങ്ങനെ 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ഇട്ടിട്ട് ആ സ്റ്റോക്ക് വെള്ളം ഉപയോഗിച്ച് അത് തിളച്ച് കഴിഞ്ഞിട്ട് അരിയും കൂടി ഇട്ട് ഡ്രൈഡ് നാരങ്ങയിട്ട് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചു. അങ്ങനെ അതിന് നന്നായിട്ട് ഞാൻ മൂടി വെച്ചു. അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ എന്ന് ഓർത്ത്. അങ്ങനെ നമ്മുടെ അരിയുടെ എല്ലാ വെള്ളവും വറ്റി പാകത്തിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഒരു സൈഡ് ചേർത്ത് നമുക്ക് ഇടണം കേട്ടോ. നടുക്ക് നമുക്ക് ചാർക്കോൾ വെച്ച് കത്തിക്കണം. അപ്പോൾ അതൊരു പാത്രം പുകയ്ക്കേണ്ടതാണ്. അപ്പോൾ ഒരു പാത്രം വെക്കാൻ പാകത്തിന് ചെറിയൊരു പാത്രം വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഇടണം. അങ്ങനെ ഒരു ചെറിയൊരു പാത്രം വെച്ചു. ആ ചാർക്കോൾ നമ്മൾ പുകച്ച് വെച്ചു. അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് പുക അതിലേക്ക് കയറണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് നന്നായിട്ട് നമ്മൾ അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ അൽഫാം മന്തി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഈ ഇതിൽ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ പുതിനയില, മല്ലി ചമ്മന്തി നല്ല ടേസ്റ്റാണ്. പിന്നെ സാലഡും. ഞാനൊരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. മോളും വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ അവൾക്കും കൂടെ കൂടാലോ എന്നോർത്ത് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ. അതുകൊണ്ട് കേക്ക് മുറിച്ച് ഞങ്ങൾ ഒഴിച്ചിനും കൂടെ കേക്ക് മുറിച്ച് അമ്മയ്ക്കും കൊടുത്തു. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, തലേ കൈവച്ച് നന്നായിട്ട് വരട്ടെ എന്ന്. പിന്നെ മോന് കൊടുത്തു, മോൾക്കും കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞാൻ ആദ്യം ഫുഡൊക്കെ എടുത്ത് കിച്ചണിൽ നിന്ന് എടുത്തിരുന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾക്ക് ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഫാം ഹൗസ് ഫാമിലി വ്ളോഗിൻ്റെ വിധം ഒരിക്കൽ കൂടി ബൈ ബൈ.